Hi friends, welcome to CPVlogs. ഇന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് CPVlogs വന്നിരിക്കുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, CSE ഗൈഡ് അല്ലെങ്കിൽ കേരള CSE ഗൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാലിസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് CSE നടത്തുന്ന വ്യക്തികൾക്ക് ഉള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് മിനി ATM എന്ന് പറയുന്ന ഒരു മെഷീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സിൽ രേഖപ്പെടുത്തണം, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഈ വീഡിയോയിൽ പറയുന്ന ഒരു ഘട്ടം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. കാര്യം നമ്മൾ ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അപ്പൊ അതിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ആവശ്യമുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വീഡിയോകൾ, ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അത്തരം വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മിനി ATM എന്ന് പറയുന്ന മെഷീന്റെ വീഡിയോ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മിനി ATM മെഷീൻ, അതായത് D180 എന്ന് പറയുന്ന മോഡലാണിത്. ഇത് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം, ബാലൻസ് എൻക്വയറി ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഡിവൈസ് ആണിത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഇത് പോർട്ടബിൾ ആണ്. നമുക്ക് ഒരു പോക്കറ്റിലിട്ടിട്ട് കൊണ്ടു നടക്കാവുന്നത്ര വളരെ പോർട്ടബിൾ ആയിട്ടാണ് CSE ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടുപടിക്കൽ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് ATMത്തിന്റെ എല്ലാ സർവീസസും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും അവസാനം വരെ കാണുക. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇതിലെങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്, അതുപോലെ ഇതിന്റെ മറ്റു കാര്യങ്ങൾ, എല്ലാ വിവരങ്ങളും നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമുക്ക് വേണ്ട ഡിവൈസസ് ഇതൊക്കെയാണ്. ഒന്ന് നമ്മുടെ ATM മിനി പോസ്റ്റ് മെഷീൻ D180 എന്ന് പറയുന്ന മോഡലാണിത്. D180 പോസ്റ്റ് ടെർമിനലാണിത്. അത് ഏകദേശം ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. നല്ല ക്യൂട്ടാണ്. പണ്ടത്തെ നമ്മുടെ ടച്ച് ഫോണുകളുടെ ഒരു മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. ഞാനിവിടെ മന്ത്രയുടെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇത് ഈ ഡിവൈസ് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളാണ്. നമ്മുടെ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യുന്ന അതേ കേബിൾ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു OTG കേബിളാണ്. ഈ OTG കേബിൾ വെച്ചിട്ടാണ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ കണക്ട് ചെയ്യേണ്ടത്. ഫിംഗർ പ്രിന്റ് സ്കാനർ കണക്ട് ചെയ്ത് ഒതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും നടത്താൻ പ്രൊഡക്ട്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇത് ഓൾറെഡി എല്ലാ CSEമാരുടെ കയ്യിലും ഉണ്ടാവും. കാരണം ഇത് നമുക്കില്ലാതെ CSEയുടെ ഒരു ഓപ്പറേഷൻസ് നടക്കില്ല, ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ. അപ്പൊ ഇതെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഇത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടത്. ഇതിന് 2100 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇതിനകത്ത് നമുക്ക് കാർഡ് റീഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കാർഡ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, കാർഡ് ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിലൂടെയാണ് കാർഡ് ഇൻസെർട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ മോൾ ഭാഗത്ത് ഉണ്ട്. പക്ഷേ സ്വൈപ്പിംഗ് ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ CSEയുടെ digipayയിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഈ ചിപ്പ് കാർഡുകൾ വെച്ചിട്ടാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചിപ്പ് കാർഡുകൾ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക. അപ്പോൾ ഞാനത് ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ digipay യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ മിനി ATM കൊണ്ട് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഈ മിനി ATM മെഷീൻ ഓൺ ചെയ്യുക. കാണിക്കും, പെർമനന്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അതിനുശേഷം വെൽക്കം എന്നുള്ള ഇത് വരും. ഇപ്പോൾ ഇത് ഓണായി. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഡിവൈസിനെ പെയർ ചെയ്യണം, ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിനൊപ്പം തന്നെ digipay ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട്. ഇപ്പോൾ digipay ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതുപോലെ ഈ OTG കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, മന്ത്രയുടെ ഡിവൈസാണ്. ഈ മന്ത്ര ഡിവൈസ് നമ്മളിവിടെ ഈ ചെറിയ OTG കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, USB കേബിളിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ കേബിൾ നമ്മൾ ഈ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ digipay ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ digipayയുടെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ MATM2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ digipay ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മന്ത്രയുടെ RDS സർവീസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തായിരിക്കണം. ഇതാണ് digipayയുടെ ഐക്കൺ. ഇത് RDS മന്ത്രയുടെ RDS സർവീസിൻ്റെ ഐക്കണാണിത്. അതുപോലെ ഇത് ATMന്റെ MATM2 എന്ന് പറയുന്ന സംഭവമാണ്, ആപ്ലിക്കേഷനാണ്. ഇതെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ. അതിനുശേഷം നമ്മൾ ഇവിടെ CSC ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഈ OTPക്ക് പകരം സെക്യൂർ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് നമ്മൾ ഈ CSC ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ digipay ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ digipayയുടെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രോംപ്റ്റ് വരും. അതായത് മന്ത്രയുടെ RDS സർവീസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കൺഫർമേഷൻ. അപ്പോൾ ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനീഷ്യേഷൻ സക്സസ് ആയിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ് ഫോർ എ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. നമുക്ക് നമ്മൾ ഈ OTG കേബിൾ ഇളകാതെ നോക്കണം. ഇളകി കഴിഞ്ഞാൽ ഈ ലോഗിൻ നടക്കില്ല. റിക്വസ്റ്റ് ഡാറ്റ ഇൻ പ്രോഗ്രസ് എന്ന് പറയാണ്. ഇത് ചിലപ്പോൾ ചില സമയങ്ങളിൽ കുറച്ച് സമയം അധികം എടുക്കും. നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ digipay ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ CSC ID കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ CSC ID കൊടുക്കുകയാണ്. CSC ID കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഐ ഹിയർബൈ ഗീവ് മൈ കൺസെന്റ് എന്നുള്ള ബോക്സ് വരും. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യാനുള്ള ഇത് വരിക. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിന്റിൽ ഇതിനകത്ത് റെഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓതന്റിക്കേഷൻ കറക്റ്റായി. അപ്പോൾ ഇനി ഇതിനകത്ത് OTP വെച്ചിട്ട് ഒരു ഡബിൾ ഓതന്റിക്കേഷൻ ഉണ്ട്, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വാലിഡേറ്റ് യൂസിങ് സെക്യൂർ കോഡ് എന്നുള്ള ഓപ്ഷനാണ്. കാരണം OTP എല്ലാം ചിലപ്പോൾ മൊബൈലിലേക്ക് വരാനൊക്കെ കുറേ ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യണേ. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാലിഡേറ്റ് യൂസിങ് സെക്യൂർ കോഡ് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ OTP അടിക്കേണ്ട സ്ഥലമാണ്, അതായത് OTP എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ OTP സെക്യൂർ കോഡ് എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു CSC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ CSC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഈ OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ OTP എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെക്യൂർ കോഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ സെക്യൂർ കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ ജനറേറ്റ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ജനറേറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ സെക്യൂർ കോഡ് കിട്ടും. ഇവിടെ 56641532 എന്നുള്ളതാണ് നമ്മുടെ സെക്യൂർ കോഡ്. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ OTP എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ digipayയുടെ ഇതിനകത്തേക്ക് പോകും, ഇന്റർഫേസിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കാർഡ് പിൻ എന്നുള്ള ഓപ്ഷൻ കാണാം, ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം, മിനി സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, പാസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ എപ്പോഴും digipay ലോഗിൻ ചെയ്ത അപ്പം തന്നെ ഈ പാസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പൈസ നമുക്ക് വന്നത് നമ്മുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കിടക്കും. അത് എപ്പോഴും digipay ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ പാസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് വിഡ്രോ, കാർഡ് പിൻ, ബാലൻസ് ചെക്ക്, മിനി ATM. ഇതിനകത്ത് വിഡ്രോവും ബാലൻസ് ചെക്കും മിനി സ്റ്റേറ്റ്മെന്റും എല്ലാം നമുക്ക് എടുക്കാം. അത് AEPS വെച്ചിട്ട് എടുക്കാം. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. AEPS വെച്ചിട്ട് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇത് നമ്മൾ പിൻ പാഡ്, അതായത് നമ്മുടെ ഈ ഡിവൈസ് വെച്ചിട്ട് നമ്മുടെ ഈ മിനി ATM വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ കാർഡ് പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മളോട് ചോദിക്കും ബാലൻസ് എൻക്വയറി ആണോ ക്യാഷ് വിഡ്രോവൽ ആണോ എന്ന് ചോദിക്കും.
പിൻ പാഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ആ പെയർ പിൻ പാഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. കാരണം നമ്മൾ ഇന്ന് ഇത് വെച്ച് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് പെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ അവൈലബിൾ ഡിവൈസസിൽ നമ്മുടെ ഈ ഡിവൈസ് കാണിക്കും. ആ ഡിവൈസ് ഇപ്പോൾ കണ്ട ഇതിനകത്ത് ലൈറ്റ് കത്തി, അതായത് കണക്റ്റഡ് ആയി, പെയറായി. ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം പെയർ ചെയ്തിട്ടുള്ള മുമ്പ് പെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടത് ഓൾറെഡി പെയർ ഡിവൈസിൽ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്കിവിടെ ഇത് ഓൾറെഡി ഇപ്പോൾ വരും, പെയർ ഡിവൈസിൽ ഇപ്പോൾ കാണിക്കും. ബ്ലൂടൂത്ത് ഡിവൈസ് പെയർ സക്സസ്ഫുള്ളി. ഓൾറെഡി നമ്മൾ പെയർ ചെയ്ത് വെച്ചിട്ടുള്ള മുമ്പ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും പെയറിങ് സക്സസ്ഫുള്ളി ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് പറയണം. ഇപ്പോൾ കാർഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. പ്ലീസ് സ്വൈപ്പ് ഓർ ഇൻസെർട്ട് ദ കാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തു. പ്രോസസ്സിംഗ് പ്ലീസ് നോട്ട് റിമൂവ് ദ കാർഡ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഓൺലൈൻ നമ്മളത് മാറ്റാൻ പാടില്ല. നമ്മൾ ഈ കാർഡ് റിമൂവ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യണം. പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോസസ്സിംഗ് ആയെന്ന് തോന്നുന്നു. പ്ലീസ് റിമൂവ് ദ കാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ അതിൻ്റെ ബാലൻസ് എൻക്വയറി കാണാൻ പറ്റുക. ഇപ്പോൾ ഇത് നമ്മുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ബാലൻസ് എൻക്വയറി, കാർഡ് പിൻ, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ, ഏജന്റ് ഐ ഡി, പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ട്രാൻസാക്ഷൻ സക്സസ്, ബാലൻസ് ഇതിനകത്തുള്ളത് 1029 റുപ്പീസാണ്. അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഇതിവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് കൊടുക്കാം. തെർമൽ പ്രിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രിന്റർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അതായത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പിൻ പാഡ് പെയർ ചെയ്യണം. ഈ പിൻ പാഡ് പെയർ ചെയ്യണം ഡിവൈസായിട്ട്, മൊബൈൽ ഡിവൈസായിട്ട് പിൻ പാഡ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഒരു ഈ മിനി ATM മെഷീൻ വെച്ചിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന വീഡിയോ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പോർട്ടബിൾ ആയിട്ട് എൻ്റെ ഡിവൈസാണ്, ഈ മൊബൈൽ നമുക്ക് കൈ പിടിക്കാം. അതുപോലെ തന്നെ ഈ ഫിംഗർ പ്രിന്റും പോർട്ടബിൾ ആണ്, ഇതും പോർട്ടബിൾ ആണ്. നമുക്കൊരു ചെറിയ ബാഗ് ചെയ്ത് കൊണ്ടുപോയി കസ്റ്റമർക്ക് ഡോർ സ്റ്റെപ്പിൽ ATM ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട് ഈ ഡിവൈസിന് കൂടെ. ഇത് ഇംഗ്ലീഷിലാണ്. ഇത് ഒന്ന് വായിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഒരു ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പേയ്മെന്റ് നടത്തുക. ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ബാലൻസ് എൻക്വയറിയിലാണ്. ബാലൻസ് എൻക്വയറിയുള്ള ക്യാഷ് വിഡ്രോയിലാണെങ്കിലും ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ വാലിഡ് മൊബൈൽ നമ്പർ അടിക്കുക, എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടതെന്ന് അടിക്കുക, സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് കാർഡ് ഇടാൻ പറയും, കാർഡ് സ്വൈപ്പ് ചെയ്യുക, പിന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ കാർഡ് റിമൂവ് ചെയ്യുമ്പോഴാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുക. ഇപ്പോൾ ഈ മെഷീനിൽ കാണിക്കും പ്ലീസ് റിമൂവ് ദ കാർഡ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രക്ഷനും നമുക്ക് കിട്ടും. ഇതിനകത്ത് സ്വൈപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ കാർഡ് ഇൻസെർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ പിന്നടിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടും. അപ്പോൾ ഇതിൽ പിന്നടിക്കുക, അതിനുശേഷം എൻ്റർ അടിക്കുക, ടച്ച് ബട്ടൺ അമർത്തുക. പിന്നെ തെറ്റി പോവാണെങ്കിൽ ക്ലിയർ അടിക്കാനുള്ള ബട്ടൺ ഇതിനകത്തുണ്ട്. ക്ലിയർ അടിച്ചിട്ട് വീണ്ടും രണ്ടാമത് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നടിക്കുക, അതിനുശേഷം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രോസസ്സിംഗ് ടൈം, നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് പ്രോസസ്സിംഗ് ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മെസ്സേജ് വരും, പ്ലീസ് റിമൂവ് ദ കാർഡ്, നേരത്തെ കണ്ട പോലെ. അപ്പോൾ നമ്മൾ കാർഡ് റിമൂവ് ചെയ്യുക. കാർഡ് റിമൂവ് ചെയ്ത പക്ഷേ നമുക്ക് ഇതിനകത്ത് സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക, കസ്റ്റമർക്ക് കൈമാറുക. അത്രേ ഉള്ളൂ. അതോടെ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ വിഡ്രോവലും ബാലൻസ് എൻക്വയറിയും അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ വിഡ്രോവൽ ഇപ്പോൾ ചെയ്യണില്ല, നിങ്ങൾക്ക് ബാലൻസ് എൻക്വയറി ചെയ്ത് ഞാൻ കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഈ digipay ഉപയോഗിച്ച് മൊബൈലിൽ ഈ മിനി ATM മെഷീൻ വർക്ക് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്.
അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ മിനി ATM ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കോവിഡാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. CP signing off. Bye bye. Take care.